Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. സർക്കാർ സംരക്ഷണം നൽകണം എന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് ജൂൺ 8-ാം തീയതി സംസ്ഥാന വ്യാപക ധർണ നടത്താൻ ഒരുങ്ങി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നതെന്നും ഇന്ധനവില വർധനവിന് പിന്നാലെ എല്ലാ തരത്തിലും വില വർധനവാണ് ഉണ്ടാകുന്നതെന്നും അതുകൊണ്ട് തന്നെ ബസ് സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണെന്നും സർക്കാരുകൾ സബ്സിഡി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും ഒറ്റപ്പാലം താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി കൃഷ്ണകുമാർ പറഞ്ഞു. ബസ് ഉടമകൾക്ക് ബസ് ഇപ്പോൾ കൊണ്ടു നടത്താൻ വളരെയേറെ ബുദ്ധിമുട്ടിയ ഒരു കാലമാണ്. അതിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ ദൈനംദിന ജീവിതത്തിൽ ചിലവ് കൂട്ടുന്ന ഒരു ഭാഗമായി മാറിയിരിക്കുന്ന ഡീസലാണ്. അതിനോടനുബന്ധിച്ചിട്ട് എല്ലാ പാർട്സുകൾക്കും എല്ലാ നികുതികൾക്കും ഒരുപാട് വില വർധനവ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രസ്ഥാനം കൊണ്ടു നടക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനെന്തെങ്കിലും ഒരു സബ്സിഡിയോ എന്തെങ്കിലും തന്ന് ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. ഞങ്ങൾ കാലങ്ങളോളം മാറി വരുന്ന സർക്കാരുകളോട് ഞങ്ങൾ ആവർത്തിച്ച് പറയേണ്ടതാണ്. അതേസമയം വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിച്ചതിൽ വലിയ പ്രതിഷേധം ഒന്നുമില്ല എങ്കിലും തങ്ങളെയും അതുപോലെ തന്നെ സർക്കാർ സംരക്ഷിക്കാൻ തയ്യാറാവണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സൗജന്യ യാത്രയോട് വലിയ പ്രതിഷേധമൊന്നുമില്ല ഞങ്ങൾക്ക് കിട്ടണം. പക്ഷേ ഞങ്ങളെയും കൂടി അതുപോലെ സംരക്ഷിക്കണം, KSRTCനെ സംരക്ഷിക്കണം. അത് ഞങ്ങളെ ആവശ്യമാണ്. സർക്കാർ എത്രയോ കോടിക്കണക്കിന് ഉറുപ്പ്യ KSRTCക്ക് എല്ലാ പ്രതിവർഷവും അത് നിലനിൽക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് ബസ്സിന് യാതൊരു വിധത്തിലുള്ള ഒരു സഹായവും ഞങ്ങൾക്ക് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് നല്ലൊരു സമീപനം ഉണ്ടാവണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.